ഇന്നത്തെ എൻ്റെ സീമയുടെ യാത്ര കനകക്കുന്നിലേക്കായിരുന്നു. കനകക്കുന്നിൽ നമ്മുടെ സർക്കാരിൻ്റെ 4ാം വാർഷികത്തോടനുബന്ധിച്ച് നടക്കുന്ന മേള, സർക്കാരിൻ്റെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും സംഘടിപ്പിച്ചു കൊണ്ടുള്ള ഒരു മേളയാണ് കനകക്കുന്നിൽ നടക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ആ മേള കാണാനായിട്ട് പോയി. അവിടെ എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ച 2 വകുപ്പുകളെന്ന് പറഞ്ഞാൽ ജയിൽ ഡിപ്പാർട്ട്മെൻറ്റും അതുപോലെ തന്നെ ഫയർഫോഴ്സിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റും. നല്ലതായിട്ട് നമുക്ക് കുറേ കാര്യങ്ങൾ കാണാനും അതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാനും സാധിച്ചൊരു മേള തന്നെയായിരുന്നു. അതുപോലെ വനം വകുപ്പിൻ്റെ ആ ഒരു മേളയുണ്ടായിരുന്നു. അവിടെ ചെറിയ കലാകാരന്മാരുടെ ചെറിയൊരു പാട്ടും ഒക്കെ ആയിട്ട് അതവിടെ നടക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഫയർഫോഴ്സിൻ്റെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ നമുക്ക് പല ദുരന്തങ്ങൾ ഉണ്ടാകുന്ന സമയത്തും നമുക്ക് എങ്ങനെ രക്ഷപ്പെടുത്തും, അവരെങ്ങനെയാണ് അവരുടെ വർക്കുകൾ, നമുക്ക് അതിനെ എക്സ്പീരിയൻസ് ചെയ്ത് പഠിക്കാനായിട്ടൊരു അവസരം അവരൊരുക്കുന്നുണ്ടായിരുന്നു. അതിൽ റോപ്പിലൂടെ ആൾക്കാരെ രക്ഷപ്പെടുത്തി കൊണ്ടുപോകുന്നതൊക്കെ അതിനകത്ത് നമുക്ക് കാണിച്ചു തരുന്നു. നമുക്ക് അതിനകത്തൊക്കെ കയറി അതെല്ലാം ചെയ്ത് നോക്കാനുള്ളൊരു അവസരം കൂടി അവർ തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ പൊതുമരാമത്ത് വകുപ്പിൻ്റെ സ്റ്റോളുണ്ടായിരുന്നു. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും എടുത്തു പറയുന്നതല്ല, എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ് KSRTC സ്റ്റോള്, അങ്ങനെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സ്റ്റോളും അവിടെ കറക്റ്റായിട്ടുണ്ട്. നമുക്ക് എല്ലാ കാര്യങ്ങളും പൊതുജനങ്ങൾക്ക് സർക്കാരിൻ്റെ ഓരോ വിഭാഗത്തിൻ്റെയും കാര്യങ്ങൾ പഠിക്കാനും അത് മനസ്സിലാക്കിയെടുക്കാനും ഒക്കെയുള്ള അവസരങ്ങൾ ഈ മേളയിൽ നന്നായിട്ടുണ്ടായിരുന്നു. പിന്നെ മൺപാത്ര നിർമ്മാണം, അത് നമുക്ക് ഡയറക്റ്റ് ലൈവായിട്ട് കണ്ട് തന്നെ അത് മനസ്സിലാക്കാൻ സാധിക്കുമായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് ലഹരിക്കെതിരെ ഉള്ള ഒരു ക്യാമ്പയിൻ, സേ നോ ടു ഡ്രഗ്സ്, ജീവിതമാണ് ലഹരി എന്നൊരു സെൽഫി കോൺടെസ്റ്റ് ഉണ്ടായിരുന്നു. ഞങ്ങൾ അതിനകത്ത് സെൽഫി കോൺടെസ്റ്റിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ കുറേ എടുത്തെടുത്ത് പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്, എന്നാലും ഞാനത് ചുരുക്കി പറഞ്ഞതാണ്. എല്ലാ സ്റ്റോളും വളരെ മനോഹരമായിരുന്നു. ലാസ്റ്റ് ഞങ്ങൾ ഫുഡ് കോർട്ടിലാണ് എത്തിയത്. ഫുഡ് കോർട്ടിലെത്തിയപ്പം ഭയങ്കരമായ തിരക്കാണ് അവിടെ അനുഭവപ്പെടുന്നത്. നമ്മളവിടുത്തെ കാട്ടിൻ്റെ അട്ടപ്പാടിയിലെ രുചി അറിയുന്നതിന് വേണ്ടി വനസുന്ദരി ചിക്കനും ദോശയാണ് ഓർഡർ കൊടുത്തത്. നമ്മൾ കൂപ്പണും എടുത്ത് 200 രൂപയാണ് വനസുന്ദരി ചിക്കൻ കഴിക്കുന്നതിന്. ഒരു കൂപ്പണും എടുത്ത് അവിടെ നമ്മൾ കുറേ നേരം വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് നമുക്ക് ഫുഡ് കിട്ടിയത്. ഫുഡ് കഴിച്ചു, അത് നല്ല ടേസ്റ്റായിരുന്നു. ഫുഡ് കഴിച്ച് ഞങ്ങൾ 9 മണിയോടുകൂടി അവിടുത്തെ അവസാനിപ്പിച്ചു. നമ്മൾ 2 വീലറാണ് പോയത്. തിരിച്ച് വീട്ടിലേക്ക് പോന്നു. ഓക്കെ, ബൈ.